ഇന്നത്തെ കാലത്ത് ഇച്ചിരി സ്പിരിച്വൽ ഇതൊക്കെ വന്നു കഴിയുമ്പം കുറച്ച് ആൾക്കാർ ഒരു 10-21 ദിവസത്തെ റിട്രീറ്റോ എന്തെങ്കിലും പോയി അവിടെ എടുത്തിട്ട്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കൂടെ പോയി നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് ഒരു 1-2 വർഷത്തിനുള്ളിൽ ഇവരെല്ലാം ആചാര്യന്മാരായിട്ടങ്ങ് ഭവിക്കുക ചെയ്യുന്നത്. ഇവരെല്ലാം ഹീലേഴ്സായിട്ടങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് ഇവരുടെ ജീവിതത്തെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ, ഇവരുടെ കുറേ വർഷത്തെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വയം രക്ഷിക്കാനുള്ള ശേഷി പോലും ഇല്ലാത്ത ഇവരാണ് സ്വയം വ്യാസനായും അതുപോലെ തന്നെ വലിയ ഷാമനിസം ഫോളോ ചെയ്യുന്ന ഗുരുവായിട്ടും അല്ലെങ്കിൽ ശ്രീബുദ്ധനായിട്ടും രമണ ഭഗവാനായിട്ടും ശ്രീരാമകൃഷ്ണദേവനായിട്ടൊക്കെ സ്വയം അങ്ങ് അവരോധിക്കുകയാണ്, സ്വയം അതായി അങ്ങ് മാറുകയാണ്. സ്വയം രക്ഷിക്കാനുള്ള ശേഷി, പാപത്തിൽ നിന്നും ഇവരെ കരകയറ്റാം, അല്ലെങ്കിൽ അത് വെസ്റ്റേൺ ഫിലോസഫി ബേസിക് ഈ പാപത്തെ ബേസ്, അപ്പം പാപികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലാണ് പലരും പറയുന്നത്. പാപത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പൊക്കോടുക നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ആദ്യം സ്വയം രക്ഷിക്കാനുള്ള വക കണ്ടെത്തൂ. കാരണം ഇല്ലെങ്കിലും കുറേ വർഷം കഴിഞ്ഞ് നോക്കും പലർക്കും മാനസിക രോഗങ്ങളും അവരുടെ ആരോഗ്യവും ക്ഷയിച്ച് പലതരത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയി ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഒരു കോൺട്രിബ്യൂട്ടറിന് ഒരിക്കലും അനുകരിക്കാൻ പറ്റാത്ത ഒരു ജീവിത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്, ഈ പറയുന്ന ഗുരുക്കന്മാർ പലരും കടന്നു പോകുന്നത്. സോ അത് ഒരു ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു സൈക്കഡെലിക്സിൻ്റെ യൂസേജിൻ്റെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസേജ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണവും ദോഷത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി വിട്ടുതരുന്നു. ഞാനതിനെ ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നു ഒന്നുമില്ല. സാധനയുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം.